ജി ഒരു അബീലിയൻ ഗ്രൂപ്പാണ് തന്നിട്ടുണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഇ ആണെന്ന് തന്നിട്ടുണ്ട്, എൻ ഒരു ഫിക്സഡ് ഇന്റിജർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ ആവുന്ന എക്സുകൾ, എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ ആവുന്ന എക്സുകളുടെ കളക്ഷൻ, അതിനെയാണ് എച്ച് എന്ന് വിളിച്ചിരിക്കുന്നത്. അതിനെ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കണം. അപ്പോൾ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ 2 step സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ വി ഹാവ് ഇ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ ആണെന്ന് അറിയാലോ അല്ലെ? ഇ റൈസ് ടു 1 ഇ ആണ് ഇ സ്ക്വയർ ഫോർ എനി എൻ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? ഇ എന്ന എലമെന്റ് അല്ലെ, ഇ എന്ന എലമെന്റ് അല്ലെ, ഇ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ ആയതുകൊണ്ട് ഇ എന്ന എലമെന്റ് എവിടെയുണ്ട്? ജിയിലുണ്ട്. ഇ എന്ന എലമെന്റ് ജിയിലുണ്ട്. സിംപ്ലൈസ് എച്ച് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ്. എച്ച് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അപ്പോൾ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എന്തൊക്കെ ചെയ്യണം? ഈ എലമെന്റ് ഓഫ് എച്ച് ആണ് ഇവിടെ അല്ലെ, നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. നോൺ എംപ്റ്റി സബ്സെറ്റ് ബൈനറിയും ഇൻവേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താവും? സബ് ഗ്രൂപ്പ് ആവും. അതാണ് 2 step സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറയാൻ. അപ്പോൾ ഞാൻ 2 step സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 എലമെന്റ്സ് എടുക്കുന്നു. ലെറ്റ് എ കോമ ബി എലമെന്റ് ഓഫ് എച്ച്. എയും ബിയും എച്ചിൽ എലമെന്റ് ആണെങ്കിൽ എ റൈസ് ടു എൻ ഐഡന്റിറ്റി ആയിരിക്കും ആൻഡ് ബി റൈസ് ടു എൻ ഐഡന്റിറ്റി ആയിരിക്കും. അതാണ് എന്തുവാ എച്ചിന്റെ ഡെഫിനിഷൻ. എനിക്ക് എന്ത് പറയണം? എ ബി എലമെന്റ് ഓഫ് എച്ച് ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എച്ച് എന്ന് പറയണം. എ ബി എലമെന്റ് ഓഫ് എച്ച് എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? എ ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആണെങ്കിൽ എന്താവുള്ളൂ? എ ബി എച്ച് ആവുള്ളൂ. അപ്പൊ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് പ്രൂവ് ചെയ്യണം. എങ്കിലേ എ ബി എലമെന്റ് ഓഫ് എച്ച് ആവുള്ളൂ. എ ബി എലമെന്റ് ഓഫ് എച്ച് ആയാലേ ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ എയും ബിയും അപ്പോൾ കൺസിഡർ എ ബി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എ ബി റൈസ് ടു എൻ എഴുതുക. എ ബി റൈസ് ടു എൻ എന്താ? എ ബി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ. എപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ? ചുമ്മാ എഴുതാൻ പറ്റുമോ? എ ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ എന്ന് എഴുതുന്നത് എപ്പോഴാണ്? എപ്പോഴാണോ ജി അബീലിയൻ ഗ്രൂപ്പ് ആകുമ്പോഴേ അത് പറ്റത്തുള്ളൂ അല്ലേ? ജി അബീലിയൻ ഗ്രൂപ്പ് ആകുമ്പോഴാണ് എ ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ എന്ന് എഴുതുന്നത്. ഇനി എ റൈസ് ടു എൻ എത്രയാ? ഐഡന്റിറ്റി ആണ്, മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? എ റൈസ് ടു എൻ ഐഡന്റിറ്റി എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എ റൈസ് ടു എന്നിന് പകരം എ ഐഡന്റിറ്റി ഇവിടെ കൊടുക്കുക. അടുത്ത് ബി റൈസ് ടു എന്നും ഐഡന്റിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബി റൈസ് ടു എന്നിന് പകരം ഐഡന്റിറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഐഡന്റിറ്റി ഇൻറ്റു ഐഡന്റിറ്റി എന്താവും? അപ്പോൾ എ ബി റൈസ് ടു എൻ ഈസ് ഐഡന്റിറ്റി ആവും. എ ബി ദ ഹോൾ റൈസ് ടു എൻ ഈസ് ഐഡന്റിറ്റി ആവും. അപ്പോൾ എ ബി ദ ഹോൾ റൈസ് ടു എൻ ഐഡന്റിറ്റി ആവുമ്പോൾ എ ബി എച്ചിൽ എലമെന്റ് ആവും. ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എച്ച്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. ഇനി എന്ത് വേണം? ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഒരു എലമെന്റ് എടുക്കുക. ലെറ്റ് എ എലമെന്റ് ഓഫ് എച്ച്. എച്ചിൽ നിന്നൊരു എലമെന്റ് എടുക്കുക. എ എലമെന്റ് ഓഫ് എച്ച് ആണെങ്കിൽ എ റൈസ് ടു എൻ എവിടെ ആയിരിക്കും? എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആയിരിക്കും. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എച്ച്. എച്ചിലെ ഏത് എ എടുത്താലും അതിന്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എച്ചിലുണ്ടെന്ന് പറയണം. എ ഇൻവേഴ്സ് എച്ചിലുണ്ടെന്ന് പറയാൻ വേണ്ടി എന്ത് പറഞ്ഞാൽ മതി? എ ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എൻ ഐഡന്റിറ്റി എന്ന് പറയണം. എ ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എൻ ഐഡന്റിറ്റി ആയാലും എ ഇൻവേഴ്സ് എച്ചിലുണ്ടാവും. അപ്പോൾ എ റൈസ് ടു എൻ
ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ എ റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാലും ഐഡന്റിറ്റി റൈസ് ടു -1. ഈ എ റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു -1 തിരിച്ചെഴുതാമല്ലോ. എ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാമല്ലോ. ഇ റൈസ് ടു -1 ഇ ആണ്. ഐഡന്റിറ്റി എലമെന്റ് പ്രോപ്പർട്ടി അതല്ലേ. അപ്പോൾ എ റൈസ് ടു -1 എൻ ദ ഹോൾ റൈസ് ടു എ ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എൻ ഐഡന്റിറ്റി ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് എ റൈസ് ടു -1 എലമെന്റ് ഓഫ് എച്ച് ആവും. കാരണം എച്ചിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ, എച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏത് ആളുടെ ജിയിലെ ഏത് എലമെന്റ് എടുത്ത് അതിന്റെ എന്ത് പവർ എടുത്താലും ഐഡന്റിറ്റി കിട്ടുകയാണെങ്കിൽ ആ എലമെന്റ് ജിയിലുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ എ റൈസ് ടു -1 എന്ത് പവർ ഐഡന്റിറ്റി ആണ്, അതുകൊണ്ട് എ റൈസ് ടു -1 എച്ചിലുണ്ട്. അപ്പോൾ എ എച്ചിലുണ്ട്, എ റൈസ് ടു -1 എച്ചിലുണ്ട്. ദാറ്റ് ഈസ് എ റൈസ് ടു -1 എലമെന്റ് ഓഫ് എച്ച് ഫോർ ഓൾ. ഏതോ ഒരു പർട്ടിക്കുലർ എ എടുത്തപ്പോഴല്ലേ, ഏതോ ഒരു ആർബിട്രറി എ എടുത്തപ്പോഴാണല്ലോ എ ഇൻവേഴ്സ് എച്ചിലുണ്ടെന്ന് കിട്ടിയത്. അപ്പോൾ ഏത് എ ഇൻവേഴ്സ് എടുത്താലും ഏത് എ എടുത്താലും എ ഇൻവേഴ്സ് എച്ചിലുണ്ടാവും. അപ്പോൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തല്ലോ. ദസ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. H is a subgroup of G using a two-step subgroup test. Using two-step subgroup test. ഇതിലെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതിപ്പോ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കണ്ടാവണോ? അവിടെ അബീലിയൻ ഗ്രൂപ്പ് എന്ന് തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു? അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂ. അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് പറ്റുള്ളൂ അല്ലേ. എ ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു. തിരിച്ച് ബി റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ ആയാലും ഇ ഇൻറ്റു ഇ എൻ അല്ലോ. അപ്പൊ അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചാലേ, ഇപ്പോ ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞാൽ മതിയല്ലോ. ഇഫ് ജി ഈസ് നോൺ അബീലിയൻ, ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ G is equal to D4. D4 എടുത്താലോ. D4 ആണെങ്കിലോ H is equal to set of all x in D4 such that x raised to n is equal to x square is equal to ഐഡന്റിറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 2 ഫിക്സഡ് ആണ്. അപ്പോൾ അത് ആരൊക്കെ വരും? ആരുടെയൊക്കെ സ്ക്വയർ ആണ് ഐഡന്റിറ്റി ആണ്? ഓർമ്മ ഉണ്ടോ? R0 സ്ക്വയർ ഐഡന്റിറ്റി ആണ് അല്ലേ. അതുപോലെ R180 സ്ക്വയർ ഐഡന്റിറ്റി ആണ്. എച്ചിന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. റിഫ്ലക്ഷൻസിന്റെ ഒക്കെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. ഓർമ്മ ഉണ്ടാവും. റിഫ്ലക്ഷൻസിന്റെ ഒക്കെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. 1 2 3 6 എലമെന്റ്സ് ഉണ്ട് അല്ലേ. എന്തായാലും ഇത് സബ് ഗ്രൂപ്പ് ആവില്ലല്ലോ. D4 8 എലമെന്റ്സ് ഉണ്ട്. 6 എലമെന്റ് ഉള്ള സബ്സെറ്റ് ഒരിക്കലും സബ് ഗ്രൂപ്പ് ആവില്ല അല്ലേ. എന്താ റീസൺ? ഹിയർ D into H into D. H into D R90 ആണ്. R90 എവിടെ ഇല്ല? H ഇല്ലല്ലോ. Therefore H is not a subgroup. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്താ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് ആവണം, എന്നാലേ പറ്റത്തുള്ളൂ. A group, next heading cycle group. A group capital G is called cyclic.
if there exists an element A in G called generator. ഒരു ജനറേറ്റർ ഉണ്ടാവണം അല്ലെ. ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് എന്ന് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ജനറേറ്റർ ഉണ്ടാവണം. ജനറേറ്റർ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇഫ് there is an element, if there is an element small a in G such that G is equal to, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം, G is equal to set of all a raised to n such that n element of Z. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻഡിജേഴ്സിനെ മാത്രമേ എന്റെ പവറുകൾ കൊണ്ടുപോകുള്ളൂ. അവിടെ എ എന്ന G is equal to എങ്ങനെ എഴുതാൻ പറ്റണം? G is equal to ഈ സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ, ജിയിലെ മുഴുവൻ എലമെന്റ്സിനെ എനെ കൊണ്ട് എന്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. such an element A is called, such an element small a is called generator of, such an element A is called generator of G. V denotes this symbol. ഇതിനെ വായിക്കുന്ന cyclic group generated by A എന്നാണ്. is the cyclic group generated by A. This is read as cyclic group generated by A. And is a cyclic group generated by A. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളെപ്പോഴും we have G is equal to set of all fourth roots of unity 1 minus 1 I minus I is a group under multiplication. G is a group under multiplication. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, അപ്പോൾ എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇപ്പോൾ ഐ എലമെന്റ് ഓഫ് ജി ആണ്. ഐ റൈസ് ടു ഐന്റെ എല്ലാ ഇൻഡിജർ പവേഴ്സ് കൊടുക്കുക. ഐ റൈസ് ടു 1, ഐ സ്ക്വയർ, ഐ ക്യൂബ്, അല്ല ഐ സ്ക്വയർ അറിയാമെങ്കിൽ ഐ ക്യൂബ് കൊണ്ടുപിടിക്കാൻ രണ്ട് സൈഡ് ഐ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐ റൈസ് ടു 4, ഇനി ഐ റൈസ് ടു 5 എടുത്താലും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കാം. അപ്പൊ ഐ റൈസ് ടു 5, ഐ റൈസ് ടു 5 എന്താ, വീണ്ടും ഐ വരും. ഐ റൈസ് ടു 6 വീണ്ടും -1 വരും. ഐ റൈസ് ടു 7 വീണ്ടും -i വരും. ഐ റൈസ് ടു 8 വീണ്ടും 1 വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. സോ ദാറ്റ് ഈസ് ജിക്ക് പകരം എന്തെടുത്തു, 1 പകരം ഐ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പൊ ഐ റൈസ് ടു 0 അല്ലെ. -1 പകരം ഐ സ്ക്വയർ അല്ലെ. ഐന് പകരം എന്താ, ഐ റൈസ് ടു 1. അടുത്ത് -iന് പകരം എന്താ, ഐ റൈസ് ടു 3. അങ്ങനെയല്ലേ. ഇനിയിപ്പോ ഐന്റെ എല്ലാ പവേഴ്സുമായിട്ട് എക്സ്പ്രസ് ചെയ്തല്ലോ. അപ്പോൾ ജി ഈസ് കോൾഡ് സൈക്ലിക് ഗ്രൂപ്പ്. ഇവിടെ ഐ ആണ് ജനറേറ്റർ. ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഐ. അതുപോലെ ആൾസോ -i ജിയിലെ എലമെന്റ് ആണ്. -iന്റെ എല്ലാ ഇൻഡിജർ പവേഴ്സും കൊടുക്കുക. -i റൈസ് ടു 0 1 ആണ്. -i റൈസ് ടു 1 -i ആണ്. -i സ്ക്വയർ മൈനസിന്റെ സ്ക്വയർ പ്ലസ് ഐന്റെ സ്ക്വയർ -1 ആണ്. -i ക്യൂബ്, -i സ്ക്വയറിന് -i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ആവും. -i റൈസ് ടു 4, ഐ റൈസ് ടു 4 ആണ്. കാരണം മൈനസിന്റെ 4 1 ആവും.
ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, -i⁻6 -i⁵ വീണ്ടും -i ആവും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ thus g is equal to 1 - 1 i minus I is also written as the -i⁻1 പകരം -i⁻0, -1 പകരം -i² എന്ന് കൊടുത്തു, -iക്ക് പകരം -i⁻1 എന്ന് കൊടുക്കാം, iന് പകരം -i⁻3 കൊടുക്കാം അല്ലേ. 1 2 3 0 1 2 3. ഇനി വീണ്ടും 4ഉം 5ഉം 6 കൊടുത്താൽ ഇത് തന്നെ വരും അല്ലേ. ദാറ്റ് ഈസ് g is equal to set of all -i⁻n such that n element of z ആണ്. ഏത് ഇൻറ്റിജറും iന്റെ -iന്റെ പവറിൽ വന്നാൽ എന്തേ വരുള്ളൂ, ജിയിൽ 4 എലമെന്റ്സേ കിട്ടുള്ളൂ. ഹെൻസ് g is a cyclic group. G is a cyclic group generated by -1 also. Generated by -i also. That is G is equal to cyclic subgroup generated by -i. Hence G is a cyclic group with generators are with I and -i are generators. iയും -iയും ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിനെ പറ്റി തിരിച്ചറിയുക. സൈക്ലിക് ഗ്രൂപ്പ് എന്താണ്? ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ജനറേറ്റർ ഉണ്ടാവണം. ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗ്രൂപ്പിനെ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വെച്ചാൽ മീനിങ് എന്താണ്? ആ ഗ്രൂപ്പിലെ മുഴുവൻ എലമെന്റ്സിനെയും എന്റെ ഇന്റിജർ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് a⁻n എന്ന് വെച്ചാൽ മീനിങ് എന്താ? എനെ n പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഡീഷൻ ആണെങ്കിൽ അത് n പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ a⁻n എന്ന് പറയുള്ളൂ അല്ലെ. എനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ അഡീഷൻ ആണെങ്കിൽ എനെ n ടൈംസ് ആഡ് ചെയ്യും. അപ്പോൾ നോട്ടായിട്ട് ഇപ്പോൾ in multiplication, suppose the operation is multiplication, then a⁻n means a into etc. a n times. Suppose the operation is addition. Suppose the operation is if the group operation is addition. If the group operation is addition, then a⁻n means a plus etc. plus a n times. That is a⁻n is equal to n into a എന്നാണ്. അപ്പോൾ that is G is equal to cyclic group generated by A. G ന്റെ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം, G ന്റെ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ cyclic group generated by A means set of all n A such that n element of Z എന്നാണ്. അഡീഷൻ ആണെങ്കിൽ ഗ്രൂപ്പ് ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ ഇതാണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ a⁻n തന്നെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ആയിട്ട് let u5 ആയാണ്ടേ 1 ആരൊക്കെ u5 എലമെന്റ്സ് ഒക്കെ 1 u5 എന്ന് വെച്ചാൽ ആരോ Z5 5 റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാർ 1 2 3 4 5
അല്ലേ? U5 എലമെന്റ്സ് ആണ്. We have U5 is a group under multiplication model of 5. U5 is a group under multiplication model of 5. U5 is a group under multiplication model of 5. ഇതറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ? അല്ല, 1 2 3 4 വരെ ഉള്ളൂ. U5 എന്ന് വെച്ചാൽ 5 റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാർ 1 2 3 4. സോറി, ലെറ്റ് 1 എടുത്താൽ 1ന്റെ 1 എലമെന്റ് ഓഫ് U5 ആണ്. 1 എലമെന്റ് ഓഫ് U5 ആണ്. പക്ഷേ 1ന്റെ പവർ ഇന്റിജർ പവേഴ്സ് 1 1 ആണ്, 1 സ്ക്വയർ 1 ആണ്, 1 ക്യൂബ് 1 ആണ്. അപ്പോൾ വിച്ച് മീൻസ് 1 ഈസ് നോട്ട് എ ജനറേറ്റർ ആണ്, അല്ലേ? വിച്ച് ഇംപ്ലൈസ് 1 ഈസ് നോട്ട് എ ജനറേറ്റർ ഓഫ് U5. 1 ജനറേറ്റർ അല്ല. കാരണം എല്ലാ എലമെന്റ്സിനെയും കിട്ടുന്നില്ലല്ലോ, 1 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി 2 എലമെന്റ് ഓഫ് U5 ആണ്. നോക്കിയേ, 2⁻1 എത്രയാ? 2 ആണ്. 2 സ്ക്വയർ എത്രയാ? 4 ആണ്. 2 ക്യൂബ് എത്രയാണ്? 3 ആണ്, അല്ലേ? 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2⁻4 എത്രയാ? 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 2 3 4 കിട്ടിയല്ലോ. 1 കിട്ടിയാൽ നിങ്ങൾ വിചാരിക്കുക അടുത്ത ആൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 2⁻5 2 ആണ്, 2⁻6 4 ആണ്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ 1 2 3 4 മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഹെൻസ് therefore every elements in U5 can be expressed as the powers of as the integral powers of 2. Integral powers of 2, which implies 2 is a generator of U5. 2 is a generator of U5. So therefore U5 is a cyclic group generated by 2. Therefore U5 is a cyclic group generated by 2. That is U5 is equal to, ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? cyclic group generated by 2, that is equal to set of all 2⁻n such that n element of Z. നിങ്ങൾ 2ന്റെ പവറിൽ ഏത് n-നെ പ്രതിഷ്ഠിച്ചാലും എന്തേ വരുള്ളൂ? ഈ 4 എലമെന്റ്സ് അല്ലാതെ മറ്റു ഒരു എലമെന്റ്സും വരത്തില്ല. നിങ്ങൾ 2ന്റെ പവറിൽ ഏത് ഇൻഡിജർ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് ഇൻഡിജർ കൂടെ വന്നാലും ഈ 4 ആൾക്കാരല്ലാതെ മറ്റു ഒരു ആൾക്കാരും വരത്തില്ല. അങ്ങനെ വന്നാൽ 2 ജനറേറ്റർ ആവത്തില്ല, അതാണ് പ്രശ്നം. ഈ 4 പേര് മാത്രമേ, 2ന്റെ പവറിൽ ഏത് ഇൻഡിജർ നിങ്ങൾ ഫിക്സ് ചെയ്താലും ഈ 4 ആൾക്കാരെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് U5 എന്ന് വെച്ചാൽ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പാണ്. ഇനി എന്റെ ചോദ്യം, 3 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനെ? 3 U5 എലമെന്റ് അല്ലേ? അപ്പോൾ 3⁻1 3 ആണ്, 3 സ്ക്വയർ എത്രയാണ്? 4 ആണ്, അല്ലേ? 3 ക്യൂബോ? ഈ 3 സ്ക്വയർ 4 ആണെങ്കിൽ രണ്ട് സൈഡും 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 ക്യൂബ് ആവണം, അല്ലേ? 2 ആവും. 3⁻4 3⁻4 ആകുമ്പോൾ എന്താ വരിക? രണ്ട് സൈഡും 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആവും. 3 ക്യൂബ് 2, 3⁻4 1 ആവും. 3⁻4 എത്രയാവും? 1 ആവും, അല്ലേ? നിങ്ങൾ 3⁻5 എടുത്താൽ വീണ്ടും 3 കിട്ടും. ഇവിടെ 1 കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ റിപ്പീറ്റ് ചെയ്യും, കണ്ടില്ലേ? 3 4 2
അടുത്ത് അങ്ങനെ ഒന്നുകൊണ്ടേയിരിക്കും എക്സെട്ര. That is, every elements in U5 can be also expressed as the powers of 3. That is, U5 is also a cyclic group generated by 3. U5 is a cyclic group generated by 3 also. അല്ലേ, എല്ലാ എലമെന്റ്സിനെയും 3 ഇന്റഗ്രൽ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അടുത്ത 4 എലമെന്റ് ഓഫ് U5 ആണ് അല്ലെ. 4:1 4 ആണ്. 4 സ്ക്വയർ 1 ആണ്. 4 സ്ക്വയർ 1 വന്നു. 4 ക്യൂബ് 4 വരും അല്ലെ. 4:4 വീണ്ടും 1 വരും. നിങ്ങൾക്ക് 1414 എന്ന് മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. Which implies 4 is not a generator. 4 is not a generator of U5. Therefore, U5, set of all units in Z5, U5 is a cyclic group. U5 is a cyclic group with the generators are 2 and 3. വേറെ ആരും ജനറേറ്റർ അല്ല. 2 3 മാത്രമേ ജനറേറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തമായിട്ട് when the group operation is addition, multiplication ആണ് ഓപ്പറേഷൻ എങ്കിൽ ചുമ്മാ പവേഴ്സ് നോക്കിയാൽ മതി. when the group operation is addition, അല്ലെങ്കിൽ G is a group under the operation addition അങ്ങനെ മതി അല്ലേ. G is a group, suppose capital G is a group under the operation addition. Suppose capital G is a group under addition, then if G is a cyclic group, then G is equal to this means G is equal to set of all a raised to n such that n element of Z, when where a raised to n is equal to a plus etc plus a n times, that is a raised to n is equal to na. Hence G is a cyclic group generated by A. G is a cyclic group generated by A means set of all Na such that n is an integer. G is a cyclic group generated by A means set of all Na such that n element of Z. G is a cyclic group generated by A means set of all Na എന്നുള്ളതാണ്. ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ, ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ എങ്ങനെയും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ a raised to n എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. വി ഹാവ് Z എന്നറിയാലോ ഗ്രൂപ്പ് ആരാ? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് -2 -1 0 1 2 3 ഇങ്ങനെ പോകുന്നേ. is a group under addition അല്ലേ. Z is a group under addition. Z is a group under addition. നോക്കാം, ഞാൻ 1 എന്ന എലമെന്റ് എടുക്കുകയാണേ Z നിന്ന്, 1 element of Z. ഇനി now consider all integral multiples of 1. കാരണം ഗ്രൂപ്പ് Z അഡീഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് now consider the integral multiples of 1. Integral
മൾട്ടിപ്പിൾസ് ഓഫ് വൺ. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ ആരാ? വണ്ണിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ അതായത് വണ്ണിന്റെ എല്ലാ ഇന്റിജേഴ്സിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ. ഏതൊക്കെയാ? 1 into 0 0, 1 into 1 1, അടുത്ത് 1 into -1 -1, 1 into 2 2, 1 into -2 -2. നോക്കടേ, വണ്ണിന്റെ എല്ലാ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസും എടുക്കുമ്പോൾ എന്ത് കിട്ടുമോ? 1 എന്ന ഇസഡിലെ എലമെന്റിന്റെ, നമ്മൾ ഇസഡ് ഇവിടെ ഗ്രൂപ്പ്, 1 എന്ന ഇസഡിലെ എലമെന്റ്സുകളുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ്, ഈ ഇന്റഗ്രൽ ഉദ്ദേശിക്കുന്ന ഇന്റിജേഴ്സ് തന്നെയാണ്, അത് നമ്മുടെ ഡെഫിനിഷനുള്ള ഇന്റിജേഴ്സ്. 0 1 -1 2 -2 3 -3 4 -4 ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പോൾ 1നെ ഈ ഇന്റിജേഴ്സ് ഒക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കണേ, ഇവിടുത്തെ മുഴുവൻ എലമെന്റ്സിനെയും കിട്ടുമല്ലോ. അപ്പോ ദാറ്റ് ഈസ് Z is equal to set of all 1 into n into set of all n into 1 for all n element of, നമ്മൾ ഡെഫിനിഷനിലെ Z ആണ്, for all, that is Z is a cyclic group generated by 1 also. ഇനി നോക്കിയ -1 എലമെന്റ് ഓഫ് Z അല്ലേ? -1 എലമെന്റ് ഓഫ് Z അല്ലേ? ഇനി -1ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഒന്ന് കൺസിഡർ ചെയ്തേ. Now consider the integral multiples of -1. Integral multiples of -1 consider ചെയ്താലോ എന്താ പറയുക? -1 into 0, -1 into -1, -1 into -1, -1 into 2, -1 into -2, ഇങ്ങനെ പോവാ. -1ന്റെ എല്ലാ ഇന്റിജർ മൾട്ടിപ്പിൾസും മുഴുവൻ ഇന്റിജേഴ്സിനെ നമുക്ക് സംഭാവന ചെയ്യുമല്ലോ അല്ലെ? ഇവിടെയുള്ള മുഴുവൻ ഇന്റിജേഴ്സിനെ കിട്ടുമല്ലോ. -1നെ കൊണ്ട് ഏത് ഇന്റിജറിനെ മൾട്ടിപ്ലൈ ചെയ്താലും, ദാറ്റ് ഈസ് എവരി ഇന്റിജർ ഈസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് -1 ആൾസോ അല്ലെ? ദാറ്റ് ഈസ് every integers is an integral multiples of -1 also. ശരിയല്ലേ? അപ്പോ thus Z is a cyclic group. Set of all integer set is a cyclic group. With -1 is also a generator. അല്ലേ? അപ്പോൾ 1 generator ആണ്, -1 generator ആയില്ലേ? ശരിയല്ലേ? That is Z is written as integral power multiples of -1. Set of all n into -1 such that n element of Z. Above, therefore, Z is a cyclic group with 1 in generator and -1 in generator. Z is a cyclic group with generators are. Z is a cyclic group with generators are 1 and -1. അല്ലെ? 1 -1 അല്ലാതെ മറ്റൊരു ജനറേറ്ററും ഇസഡിന് ഇല്ലല്ലോ. ഉണ്ടോ? അപ്പൊ നോക്കിയാൽ ഞാൻ 2 എടുത്തു. 2 ഇസഡ് എലമെന്റ് ആണ്. 2ന്റെ എല്ലാ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് കൊടുത്തേ. 2 into 1, 2 into 0, 2 into 1,
2 into 0 0, 2 into 1 2, 2 into minus 1 minus 2, 2 into 2 4, 2 into minus 2 minus 4. എടോ ഇവിടെ 1 കിട്ടില്ല അല്ലേ, ഇവിടെ 3 കിട്ടില്ല, ഇവിടെ -1 കിട്ടില്ല, ഇവിടെ -3 കിട്ടില്ല. അപ്പോൾ ഈ ഓടൊന്നും കിട്ടില്ല അല്ലെ, പോസിറ്റീവ് ഓട് നെഗറ്റീവ് ഓടുകളും കിട്ടില്ല. അപ്പൊ എന്തല്ല, 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇസഡിലെ മുഴുവൻ എലമെന്റ്സിനെ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് 2 ജനറേറ്റർ അല്ല, അതുപോലെ തന്നെ 3 ജനറേറ്റർ അല്ല, 4 ജനറേറ്റർ അല്ല, 5 ജനറേറ്റർ അല്ല. ആകെപ്പാടെ ഇസഡിന്റെ ജനറേറ്റേഴ്സ് ആര് മാത്രമാണ്? ഇസഡിന്റെ ജനറേറ്റേഴ്സ് 1ഉം -1ഉം മാത്രമാണ്. വേറെ ഒരു ജനറേറ്റേഴ്സും വരത്തില്ല. ഇസഡ് സൈക്ലിക് ഗ്രൂപ്പാണ്. ഏതോ ഇസഡ് അഡീഷണൽ ആണ് ഗ്രൂപ്പ് ആവുന്നത്. ഇസഡ് സൈക്ലിക് ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ് സൈക്ലിക് ഗ്രൂപ്പ് ആയത്? ഇസഡിലെ മുഴുവൻ എലമെന്റ്സിനെയും 1ന്റെ ഇന്റർവൽ മൾട്ടിപ്പിൾസുമായിട്ട് എഴുതാൻ പറ്റും, -1ന്റെ ഇന്റർവൽ മൾട്ടിപ്പിൾസുമായിട്ട് എഴുതാൻ പറ്റും. അപ്പോ നോ അതർ ജനറേറ്റേഴ്സ് അല്ലേ, നോ അതർ ജനറേറ്റേഴ്സ്. 1ഉം -1ഉം ഒഴികെ മറ്റൊരു എലമെന്റും എന്തല്ല, ജനറേറ്റർ അല്ല. ഡെഫിനിഷനിലെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസും ഗ്രൂപ്പിലെ ഇസഡുമായിട്ട് അങ്ങ് മാറിപ്പോകും. എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ ഡെഫിനിഷനിലാവുമ്പോൾ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ 2 Z2 ആരൊക്കെയാണ്? സെറ്റ് 0 1 ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ അല്ലേ, ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ മോഡുലോ 2 അല്ലേ, അണ്ടർ അഡീഷൻ മോഡുലോ 2 അല്ലേ. സീറോ എന്നൊരു ഗ്രൂപ്പാണ്, അഡീഷൻ മോഡുലോ 2 ഒരു ഗ്രൂപ്പ് അല്ലേ. നോക്കുക, ഇവിടെ 0 ജനറേറ്റർ ആണോ? സീറോ ജനറേറ്റർ ആണോ? 0 Z2 എലമെന്റ് ആണ്. 0ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ എന്തേ വരുള്ളൂ? 0ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക, 0 into 0, 0 into 1, 0 into 2, 0 into 3, 0 into -1. എപ്പോഴും എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അതുകൊണ്ട് 0 എന്തല്ല, ജനറേറ്റർ അല്ല. Z2 എന്ന ഗ്രൂപ്പ് അഡീഷൻ മോഡുലോ 2 ഗ്രൂപ്പ് ആവുന്നുണ്ട്, പക്ഷെ അവിടെ 0 ജനറേറ്റർ അല്ല. പക്ഷെ 1 എലമെന്റ് ഓഫ് Z2 ആണ്. എന്താണ് 1ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 1 ആരൊക്കെയാ? ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 1 ആർ ആരൊക്കെയാ? 1 into 0, 1 into 1, 1 into -1, 1 into -1 വിട്ടേക്ക്, ആദ്യം നമുക്ക് എടുക്കാം. 1 into 2 എത്രയാ? 0 അല്ലേ. 1 into 3 അത് 1 അല്ലേ. 1 into 4 അതും 0 അല്ലേ. Z2 2ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 0 അല്ലേ Z2. അപ്പോ Z2 എല്ലാ എലമെന്റ്സിനെയും 1ന്റെ ഇന്റർവൽ മൾട്ടിപ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തല്ലോ. ദാറ്റ് ഈസ് Z2 is a cyclic group with generator. Z2 is a cyclic group with generator. With the generator 1. That is Z2 is a cyclic group generated by 1 also. 1 മാത്രമേ ഉള്ളൂ ജനറേറ്റർ ആയിട്ട്. അപ്പോൾ Z3, എക്സാമ്പിൾ 3, Z3 ആരാണ്? Z3 എലമെന്റ്സ് ആരൊക്കെയാ? 0 1 2. 0 1 2 അല്ലേ. Z3 എലമെന്റ് Z3 is a group under addition modulo 3 അല്ലേ. Z3 is a group under addition modulo 3 ആണല്ലോ. Z3 is a group under addition modulo 3 അല്ലേ. ഇനി 0 ഒരിക്കലും ജനറേറ്റർ ആവില്ല, കാരണം 0ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 0 ആണ്. അപ്പോൾ 0 ജനറേറ്റർ അല്ല. നോക്കണേ, 1 എലമെന്റ് ഓഫ് Z3 അല്ലേ. 1ന്റെ ഇന്റർവൽ മൾട്ടിപ്പിൾസ് ആരൊക്കെയാ? 1 into 0 0, 1 into 1 1, 1 into 2 2, 1 into 3 0 അല്ലേ. 1 into 4 വീണ്ടും 1 into 4 എന്താവും? 1 ആവും.
സീറോ വന്നാൽ ഐഡന്റിറ്റി വന്നാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 0 1 2 0 1 2 0 1 2 1ന്റെ ഏത് മൾട്ടിപ്പിൾസ് എടുത്താലും ഇപ്പോൾ 1 × -1 1 × -1 എത്രയാ? -1 ആണ്. -1 ഈസ് കോൺഗ്രുവന്റ് ടു 2 mod 3 അല്ലേ? അപ്പോ ഇതെന്താണ്? -1 എന്ന് വെച്ചാൽ 2 ആണ്. 1 × -1 എന്ന് വെച്ചാൽ 2 ആണ്. ഇതല്ലേ? Hence, 1 is a generator of Z3. 1 is a generator of Z3. അടുത്ത് 2 element of Z3 അല്ലേ? 2ന്റെ ഇന്റർ മൾട്ടിപ്പിൾസ് അല്ലേ? 2 × 0 0, 2 × 1 2, 2 × 2 എന്താ 4 അല്ലേ? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അല്ലേ? 0 1 2 ആയല്ലോ. 2 × 3 എന്ത് കിട്ടും? വീണ്ടും 0 കിട്ടും അല്ലേ? ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കും. Hence 2 is also a generator. 2 is also a generator of Z3. That is, Z3 is a cyclic group with the generators are 1 and 1 and 2. That is, Z3 is a cyclic group generated by 1 and Z3 is a cyclic group generated by 2. അടുത്ത consider the group Z4. അല്ലേ? Consider the group Z4. Z4 ആരടോ? Z4 elements ആരാ? 0 1 2 3 is a group under addition model of 4 അല്ലേ? under addition model of 4 ആണ് അല്ലേ? under addition model of 4 ആണ് ആര് ഗ്രൂപ്പ് ആവണം? Z4. Z4 ഗ്രൂപ്പ് ആവുന്നത് അഡിഷൻ മോഡൽ ഓഫ് 4ലാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ 1 എടുത്തു. Z4 എലമെന്റ് ആണ്. 1ന്റെ മൾട്ടിപ്പിൾസ് എടുത്തേ അല്ലേ? and consider the multiples of 1 ഇന്റേണൽ മൾട്ടിപ്പിൾസ് ആണ്. 1ന്റെ മൾട്ടിപ്പിൾസ് എടുത്താലോ? 1 × 0 0, 1 × 1 1, 1 × -1 അല്ല 1 × 2 2, 1 × 3 3, 1 × 4 വീണ്ടും 0 നും 0 വന്നാൽ വീണ്ടും 0 1 2 3 0 1 2 3 0 1 2 3 തന്നെ വന്നുകൊണ്ടിരിക്കും. Therefore, Z4 is a cyclic group generated by 1. അടുത്ത് 2 നോക്കിയേ. 2 element of Z4 അല്ലേ? Consider the multiples of 2. Consider the internal multiples of 2. 2ന്റെ മൾട്ടിപ്പിൾസ് എടുത്താലോ? ആരാ? 2 × 0 0, 2 × 1 2, 2 × 2 വീണ്ടും 0 വരും അല്ലേ? 2 × 3 2 വരും, 2 × 4 0. നോക്കുക, 0 2 0 2 0 2 മാത്രമേ കിട്ടുന്നുള്ളൂ. 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം. Therefore 2 is not, എല്ലാവരെയും കിട്ടുന്നില്ലല്ലോ. 2ന്റെ എല്ലാ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ Z4 മുഴുവൻ എലമെന്റ്സിനെയും കിട്ടുന്നില്ലല്ലോ. Therefore 2 is not a generator. Therefore 2 is not a generator of Z4. അടുത്ത് 3 is a 3 element of Z5 അല്ലേ? So 3 element of Z4 ആണ്. 3 element of Z4. 3ന്റെ മൾട്ടിപ്പിൾസ് എടുത്താലോ? Consider the multiples of 3. Consider the multiples of 3 are 3ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാ? 3 × 0, 3 × 1, 3 × 2. 3 × 2 എത്രയാ? 2 അല്ലേ?
6 അല്ലേ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 അല്ലേ 3 ഇൻറ്റു 3 9 ആണ് 9 ആകുമ്പോൾ 1 വരും അല്ലേ 3 ഇൻറ്റു 4 0 അല്ലേ 0 3 2 1 0 0 വന്നാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും 3 ഇൻറ്റു 5 എന്താ വരിക 3 വരും അല്ലേ അപ്പോൾ 0 3 2 1 0 3 2 1 അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ therefore 3 ഒരു ജനറേറ്റർ ആണ് 3 is a generator of Z5 therefore Z5 is a Z5 അല്ലല്ലോ Z4 അല്ലേ 3 is a generator of Z5 therefore Z5 is a cyclic group Z5 is a cyclic group with generators are ആരൊക്കെയാ 1 and 3 ആണ് 2 വരുന്നില്ല അല്ലേ generators are 1 and 3 അല്ലേ Z5 is a cyclic group generated by 1 cyclic group generated by 3 also 2 generator ആവുന്നില്ല 0 generator ആവുന്നില്ല ശ്രദ്ധിക്കാം അടുത്ത് എന്താ Z5 ഉണ്ടല്ലോ we have Z5